പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 5-ാം വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വാമന പുരാണത്തിൻ്റെ 17-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ നിശുംഭനെയും ശുംഭനെയും വധിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥ പറയുന്നു. ശുംഭനും നിശുംഭനും ധാനുവിൻ്റെ പുത്രന്മാരാണ്. ചണ്ഡിക ദേവിയെ അടിമയായി കൊണ്ടുവന്ന് മഹിഷാസുരൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അവർ നിരവധി അസുരന്മാരെ അയച്ചു. ധൂമലോചനെയും അവനെ പിന്തുടർന്ന് സുഗ്രീവനെയും അയച്ചെങ്കിലും ദേവി ഇരുവരെയും കൊന്നു. ശുംഭനും നിശുംഭനും അവരുടെ മരണവാർത്ത ഗ്രഹിച്ചപ്പോൾ കോപത്താൽ വിറച്ചു. നിശുംഭൻ വലിയൊരു സൈനിക സന്നാഹത്തോടെ ദേവിയെ ആക്രമിക്കുന്നു. മറുവശത്ത് നിന്ന് ശുംഭനും ആക്രമിച്ചു. ഘോരമായ യുദ്ധത്തിൽ ചണ്ഡികാദേവി നിശുംഭന്റെ വാളും പരിചയും തകർത്തു. നിശുംഭൻ തൻ്റെ ആയുധമായ ശക്തി ഉപയോഗിച്ച് ചണ്ഡികാദേവിയെ ആക്രമിച്ചു. ചണ്ഡികാദേവി തൻ്റെ ചക്രായുധത്താൽ അതിനെ തകർക്കുന്നു. ഒടുവിൽ അവൾ അവന് നേരെ അമ്പുകൾ എയ്തു. അതിൻ്റെ ഫലമായി നിശുംഭൻ പരിക്കേറ്റ് വീണു. പരിക്കേറ്റ് ബോധരഹിതനായി കിടക്കുന്ന നിശുംഭനെ കണ്ട ശുംഭൻ ചണ്ഡികാദേവിയെ നിഗ്രഹിക്കുവാൻ പാഞ്ഞെടുത്തു. ചണ്ഡികാദേവി ശംഖ് മുഴക്കി വില്ലിൻ്റെ ഞാൺ വലിച്ചു വിട്ട് ഇടിമുഴക്കം പോലുള്ള ശബ്ദം പുറപ്പെടുവിച്ചു. ശുംഭൻ ചണ്ഡികയുടെ നേരെ ഉഗ്രദീപ്തി എന്ന ആയുധം അയച്ചു. എന്നാൽ അവളുടെ ആയുധമായ മഹോൽ കനാംനി അതിനെ നശിപ്പിച്ചു. ശുംഭൻ ഉച്ചത്തിൽ ഇടിനാദം പോലെ ശബ്ദം മുഴക്കി ചണ്ഡികാദേവിയെ വീണ്ടും ആക്രമിച്ചു. പക്ഷേ ആർക്കും അവളിൽ ഒരു ദോഷവും വരുത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ചണ്ഡികാദേവി ത്രിശൂലം ഉപയോഗിച്ച് ശുംഭനെ ആക്രമിക്കുന്നു. ശുംഭൻ ബോധരഹിതനായി നിലത്ത് വീണു. കുറച്ചു നേരത്തെ ബോധക്ഷയത്തിനു ശേഷം അവൻ ബോധം വീണ്ടെടുത്ത് ദേവിയെ വീണ്ടും ആക്രമിച്ചു. എന്നാൽ അവൾ ശുംഭന്റെ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുന്നു. അതിനിടയിൽ നിശുംഭൻ ബോധം വീണ്ടെടുത്തു. എഴുന്നേറ്റ് അവൻ സ്വന്തം ത്രിശൂലത്താൽ ചണ്ഡികാദേവിയെ ആക്രമിച്ചു. ഒരു അത്യുഗ്രൻ പോരാട്ടത്തിനൊടുവിൽ ചണ്ഡികാദേവി നിശുംഭന്റെ ഹൃദയത്തിലേക്ക് തൻ്റെ ത്രിശൂലം കുത്തിയിറക്കി കൊന്നു. നിശുംഭൻ മരിച്ചതോടുകൂടി അവൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റൊരു അസുരൻ പ്രത്യക്ഷപ്പെട്ടു. അതിനെയും ദേവി കൊന്നു. അവളുടെ വാഹനമായ സിംഹം കൊല്ലപ്പെട്ട എല്ലാ അസുരന്മാരെയും വിഴുങ്ങി. സ്വന്തം സഹോദരനായ നിശുംഭന്റെ മരണത്തിൽ ശുംഭൻ കോപാകുലനായിക്കൊണ്ട് ദേവിയോട് ഗർജിച്ചു, ഹേ ദുഷ്ടസ്ത്രീയെ, മറ്റുള്ളവരിൽ നിന്നും കടം കൊണ്ട നിന്റെ ശക്തിയിൽ അഭിമാനിക്കരുത്. ചണ്ഡിയുടെ മറുപടി ഇത്രമാത്രമായിരുന്നു, ഹേ ദുഷ്ടരാക്ഷസനെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഏക ശക്തി ഞാനാണ്. കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും ഉത്ഭവം ഞാനാകുന്നു. ഓർക്കുക, എല്ലാ ദേവതകളും എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അടുത്ത നിമിഷം ദേവതകളുടെ ശരീരത്തിൽ നിന്ന് മുമ്പ് പ്രകടമായ എല്ലാ ദിവ്യസത്തകളും ദേവിയുമായി ഐക്യപ്പെട്ടു. ആ നിമിഷത്തിൽ ദേവി ഒറ്റയ്ക്കായിരുന്നു. ചണ്ഡിക ദേവിയും ശുംഭനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടന്നു. അംബിക നിരവധി ദിവ്യായുധങ്ങൾ ഉപയോഗിച്ച് അവനെ ആക്രമിച്ചു. എന്നാൽ ശുംഭൻ സ്വന്തം ആയുധങ്ങൾ ഉപയോഗിച്ച് അവളുടെ ആക്രമണത്തെ നിർവീര്യമാക്കി. ശുംഭൻ തൻ്റെ അമ്പുകൾ കൊണ്ട് ദേവിയുടെ ശരീരം മുഴുവൻ മൂടുകയായിരുന്നു. ദേവി അവൻ്റെ വില്ലൊടിച്ചു. അതിനുശേഷം ശുംഭൻ തൻ്റെ ആയുധമായ ശക്തി ഉപയോഗിച്ച് അവളെ ആക്രമിക്കുന്നു. അത് അവളുടെ ചക്രായുധത്താൽ തകർത്തു. അതോടെ ശുംഭൻ തൻ്റെ വാളും പരിചയും പുറത്തെടുത്ത് അവളെ ആക്രമിച്ചു. അമ്പുകൾ കൊണ്ടവൾ പരിചയും വാളും തകർത്തു. പിന്നീട് ശുംഭൻ ഗദ ഉപയോഗിച്ച് അവളെ ആക്രമിക്കുന്നു. അവൻ്റെ ഗദ പോലും ഛിന്നാഭിന്നമാക്കി. അതോടെ അവൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. മുഷ്ടി ചുരുട്ടിക്കൊണ്ടവൻ ദേവിയുടെ മാറിലടിച്ചു. അതിനു മുൻപ് അവൻ്റെ മുഖത്ത് ശക്തമായി അടിച്ചതിനാൽ ശുംഭൻ താഴെ വീണുപോയി. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് ആകാശത്തേക്ക് ഉയർന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ ആകാശത്ത് വച്ചൊരു പോര് നടന്നു. അവസാനം ദേവി അവനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് നെഞ്ചിൽ ത്രിശൂലം കയറ്റി. തൽക്ഷണം ശുംഭൻ കൊല്ലപ്പെട്ടു. ശുംഭനെ വധിച്ചതിൽ ഗന്ധർവന്മാരും ദേവന്മാരും അപ്സരസുകളും ആനന്ദഭരിതരായി. അവർ നൃത്തം ചെയ്ത് ആനന്ദം പ്രകടിപ്പിച്ചു. അന്തരീക്ഷം മുഴുവൻ ശാന്തി ശാന്തി എന്ന മന്ത്രത്താൽ പ്രതിധ്വനിച്ചു. ചണ്ഡികാദേവി ശുംഭനെ വധിച്ചപ്പോൾ ഇന്ദ്രന്റെയും അഗ്നിയുടെയും നേതൃത്വത്തിൽ എല്ലാ ദേവതകളും അവളെ സ്തുതിക്കാൻ തുടങ്ങി. അല്ലയോ ദേവി, ഞങ്ങളിൽ പ്രസാദിക്കണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ ദേവതയായതിനാൽ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കണമേ. എല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയുടെ രൂപത്തിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളെയും നിന്റെ പ്രകാശം പ്രകാശിപ്പിക്കുന്നു. സൃഷ്ടി, പോഷണം, സംഹാരം എന്നിവ നടക്കുന്ന ഏക ശക്തി നിങ്ങളാണ്. ബ്രാഹ്മിണി, മഹേശ്വരി, കുമാരി എന്നിവരും നീയാണ്. അസുരന്മാരുടെ ഭീകരതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനാൽ ഞങ്ങൾ നിങ്ങളെ വന്ദിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം ആവശ്യമാണ്. അവരുടെ സ്തുതിഗീതത്തിൽ ചണ്ഡികാദേവി വളരെ സന്തുഷ്ടയായി.
എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നവൾ അവരോട് ചോദിച്ചു. അപ്പോൾ ദേവതകൾ പറഞ്ഞു, ഓ അഖിലാണ്ടേശ്വരി, ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം ആവശ്യമാണ്. ഞങ്ങളുടെ പാതയിലെ എല്ലാ തടസ്സങ്ങളും നീക്കുക, ഞങ്ങളുടെ ശത്രുക്കളെ ഇല്ലാതാക്കുക. ദേവി ചണ്ഡിക മറുപടി പറഞ്ഞു, വൈവസ്വത മന്വന്തരത്തിൽ ശുംഭൻ നിശുംഭൻ എന്നീ അസുരന്മാരെ വധിക്കാൻ നന്ദന്റെ പത്നിയായ യശോദയുടെ ഗർഭപാത്രത്തിൽ അവതാരമെടുക്കും. അതിനുശേഷം ഏറ്റവും ആക്രമണാത്മകമായ രൂപത്തിൽ വൈപ്രജിത്തൻ എന്ന അസുരനെ ഞാൻ നിഗ്രഹിക്കും. 100 വർഷങ്ങൾക്ക് ശേഷം ഞാൻ സ്വയം പ്രത്യക്ഷപ്പെടുകയും എൻ്റെ 100 കണ്ണുകൾ കാരണം ഞാൻ ശതാക്ഷി എന്ന് അറിയപ്പെടുകയും ചെയ്യും. വരൾച്ചയുടെ സമയത്ത് ലോകത്തെ മുഴുവൻ പോഷിപ്പിക്കുന്നതിനാൽ എൻ്റെ അടുത്ത അവതാരം ശകംഭരി എന്നറിയപ്പെടും. ആ വരൾച്ചയുടെ സമയത്ത് ദുർഗൻ എന്ന അസുരനെ ഞാൻ കൊല്ലും. തേനീച്ചയുടെ രൂപം സ്വീകരിച്ച് 3 ലോകങ്ങളെയും പീഡിപ്പിക്കുന്ന അരുണൻ എന്ന അസുരനെ ഞാൻ നിഗ്രഹിക്കും. അതിനാൽ ഞാൻ ഭ്രമരി എന്നറിയപ്പെടും. അസുരന്മാർ ലോകത്തെ പീഡിപ്പിക്കുമ്പോഴെല്ലാം ഞാൻ അവതാരമെടുക്കും. ദേവി ചണ്ഡിക തുടർന്നു, എന്നെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ്റെ പാതയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും ഞാൻ നീക്കും. ഏതൊരു മാസത്തിലെയും 8, 9, 14 തീയതികളിൽ മഹിഷാസുരനെയും ശുംഭനെയും നിശുംഭനെയും ഞാൻ എങ്ങനെ വധിച്ചു എന്നതിനെക്കുറിച്ചുള്ള മഹത്തായ കഥകൾ ഒരു ഭക്തൻ കേട്ടാൽ അവൻ ദാരിദ്ര്യത്തിൽ നിന്നും അവൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തനാകും. ബലിദാനം, യാഗം, ആരാധന തുടങ്ങിയ എല്ലാ മതപരമായ ചടങ്ങുകളിലും ഒരു ഭക്തൻ എൻ്റെ ദിവ്യ കഥകൾ കേൾക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ്റെ എല്ലാ ശത്രുക്കളും ഇല്ലാതാകും. അപകടകരമായ സാഹചര്യങ്ങളിൽ എന്നെ ഓർക്കുന്ന മനുഷ്യൻ എൻ്റെ സംരക്ഷണത്തിൽ തുടരുന്നു. ദേവന്മാരെ അനുഗ്രഹിച്ച ശേഷം ചണ്ഡികാദേവി അവരുടെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷയായി. ശുംഭനും നിശുംഭനും ശേഷം അതിജീവിച്ച എല്ലാ അസുരന്മാരും ജീവരക്ഷാർത്ഥം പാതാളത്തിലേക്ക് പോകുന്നു. വാമന പുരാണത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 6-ാം ഭാഗത്തിൽ കാർത്തികേയന്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശിവന്റെ ബീജം വിഴുങ്ങിയതിന് നിമിത്തം അഗ്നിയുടെ തേജസ്സിനെ അത് കീഴടക്കി. ദേവതകൾ ബ്രഹ്മാവിന്റെ സഹായം തേടാൻ അഗ്നിയോട് ഉപദേശിക്കുന്നു. ബ്രഹ്മലോകത്തേക്ക് പോകുന്ന വഴിയിൽ കുടില എന്ന നദി മുറിച്ചു കടന്നപ്പോൾ അവന്റെ ബീജം കൈവശം വയ്ക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അതിന് സമ്മതിക്കുന്നു. ആ ബീജത്തെ എൻ്റെ വെള്ളത്തിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. കാലക്രമേണ കുടില ഗർഭിണിയായി. ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള ചിന്ത അവളെ വേദനിപ്പിച്ചു. അതിനാൽ അവൾ ഉപദേശം സ്വീകരിക്കാൻ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഞാങ്ങണയുടെ ഇടതൂർന്ന വനത്താൽ മൂടപ്പെട്ട ഉദ്യാജൽ പർവ്വതത്തിൽ അവളുടെ ഭ്രൂണം ഗർഭചിത്രം ചെയ്യാൻ ബ്രഹ്മാവ് അവളെ നിർദ്ദേശിച്ചു. ഉദ്യാജൽ പർവ്വതം അവൾക്ക് സുരക്ഷിതമായ സ്ഥലമാണെന്നും ഈ സംഭവത്തെക്കുറിച്ച് ആരും അറിയില്ലെന്നും ബ്രഹ്മാവ് ധരിച്ചു. കുടില അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കുടില തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ ഗർഭചിത്രം ചെയ്തു. 10,000 വർഷക്കാലം ആ ഭ്രൂണം അവിടെ തന്നെ തുടർന്നു. അതിനുശേഷം ഒരു ഉദയസൂര്യനെ പോലെ പ്രകാശമുള്ളതും താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കണ്ണുള്ളതുമായ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് വിശന്നപ്പോൾ അത് കരയാൻ തുടങ്ങി. ആ സമയത്ത് 6 കൃതികമാർ ആ വനത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. കുട്ടിയുടെ ദിവ്യ സൗന്ദര്യത്തിൽ അവർ വളരെയധികം ആകൃഷ്ടരായി. ആരാണ് ആദ്യം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടതെന്ന് അവർ തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. അവരുടെ വഴക്ക് കണ്ടപ്പോൾ ആ കുഞ്ഞ് 6 തലകളുമായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 6 കൃതികമാരും ഒരേ സമയം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തു. കാർത്തികേയന് 6 തലകൾ ഉണ്ടാകുവാനുള്ള കാരണം ഇതാണ്. കാർത്തികേയന്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അഗ്നി അവനെ സ്വഭവനത്തിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ വഴിയിൽ വെച്ച് കുടില അവനെ കണ്ടതിനാൽ അവൻ്റെ യാത്രയെക്കുറിച്ച് അന്വേഷിച്ചു. അഗ്നി തൻ്റെ ഉദ്ദേശ്യം വെളിപ്പെടുത്തിയപ്പോൾ കാർത്തികേയന്റെ സംരക്ഷണത്തിനായി കുടില അദ്ദേഹത്തോട് വഴക്കിടാൻ തുടങ്ങി. അതേ സന്ദർഭത്തിൽ വിഷ്ണു ഭഗവാൻ അവിടെ എത്തി അവരുടെ വഴക്കിനെക്കുറിച്ച് അന്വേഷിച്ചു. കാരണം ധരിച്ചതിന് ശേഷം ഭഗവാൻ ശിവന്റെ സഹായം തേടാൻ വിഷ്ണു അവളെ നിർദ്ദേശിക്കുന്നു. കാരണം അത്തരം കാര്യങ്ങളിൽ ഏറ്റവും മികച്ച വിധികർത്താവാണ് ശിവൻ. കുടിലയും അഗ്നിയും ശിവന്റെ അടുത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തേടാൻ ശ്രമിച്ചു. അപ്പോൾ ഉമ ശിവനോട് പറഞ്ഞു, നമ്മളെല്ലാവരും കുഞ്ഞു താമസിക്കുന്ന ഇടത്തേക്ക് പോയി ആരെയാണ് അവന് രക്ഷകനായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കണം. അവരെല്ലാം ആ ഞാങ്ങണക്കാട്ടിലേക്ക് പോയി. കൃതികമാരിൽ ഒരാളുടെ മടിയിൽ കാർത്തികേയനെ കണ്ടെത്തി. കാർത്തികേയൻ ആഗതരായവരുടെ ആഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അവരുടെ വിഷമം കണ്ടപ്പോൾ കുമാരൻ, വിശാഖൻ, ശാകൻ, മഹാസേനൻ എന്നീ 4 വ്യത്യസ്ത ഭാവങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. കുമാരൻ ശിവന്റെ അടുത്തേക്ക് പോയി, വിശാഖൻ ഉമയുടെ അടുത്തേക്ക് പോയി, അതുപോലെ ശാകൻ കുടിലിയുടെ അടുത്തേക്കും മഹാസേനൻ അഗ്നിയുടെ അടുത്തേക്കും പോയി. തന്മൂലം എല്ലാവരും സംതൃപ്തരാകുന്നു. കുഞ്ഞിന് കാർത്തികേയൻ എന്ന് പേര് ലഭിക്കുന്നതിന് നിമിത്തം നിങ്ങൾ പ്രശസ്തരാകുമെന്ന് ശിവൻ കൃതികമാരെ അനുഗ്രഹിച്ചു.
എല്ലാ ദേവന്മാരും അവിടെ എത്തി കാർത്തികേയനെ അവരുടെ മുഖ്യ സൈന്യാധിപനാക്കാൻ തീരുമാനിച്ചു. പ്രിയരെ, 17-ാം അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ കാർത്തികേയൻ താരകനെയും മഹിഷാസുരനെയും നിഗ്രഹിക്കുന്നു. ദേവന്മാരുടെ മുഖ്യ സേനാധിപതിയായി നിയമിതനായ ശേഷം കാർത്തികേയൻ തന്റെ രക്ഷാധികാരികളോട് താരകൻ, മഹിഷാസുരൻ എന്നീ അസുരന്മാരെ നിഗ്രഹിക്കുവാൻ അനുവാദം ചോദിച്ചു. എല്ലാ ദേവന്മാരും കാർത്തികേയനെ അനുഗ്രഹിക്കുകയും അവന് വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ വിഷ്ണു കാർത്തികേയനെ സ്തുതിക്കുകയും അവന്റെ ശൗര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. കാർത്തികേയൻ ഗണങ്ങളും മാതൃകകളും അടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി മുന്നോട്ട് പോയി. ശത്രുക്കളുടെ പരിധിയിൽ എത്രയും പെട്ടെന്ന് എത്തുവാൻ വേണ്ടി കാർത്തികേയൻ ഒരു വ്യോമമാർഗം സ്വീകരിച്ചു. പക്ഷികളുടെ വേഷം പൂണ്ട ഗണങ്ങൾ അവനെ പിന്തുടർന്നു. ശത്രുവിൻ്റെ സ്ഥലത്ത് എത്താറായപ്പോൾ കാർത്തികേയൻ ഗണങ്ങളോട് ഭൂമിയിലേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പാലിച്ച് ഇടിമുഴക്കം പോലുള്ള ശബ്ദമുണ്ടാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി. മഹിഷൻ, താരകൻ, വീരോചൻ, ജമ്പൻ, കുജമ്പൻ തുടങ്ങിയ ചില അസുരന്മാർ ഈ ശബ്ദം കേട്ട് അന്തകനെ വിവരം അറിയിക്കാൻ പോയി. അസുരന്മാർ ശബ്ദത്തിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അസുരനായ പാതാളകേതു മുറിവേറ്റ നിലയിൽ അവിടെ എത്തി. അയാൾക്ക് എങ്ങനെ മുറിവേറ്റുവെന്ന് അത്ഭുതത്തോടെ അസുരന്മാർ ചോദിച്ചു. നടന്നത് വിവരിച്ചുകൊണ്ട് പാതാളകേതു പറഞ്ഞു, ഞാനൊരു പന്നിയുടെ വേഷത്തിൽ ഗാലവ മുനിയുടെ ആശ്രമത്തിലേക്ക് അവനെ കൊല്ലുവാൻ വേണ്ടി പ്രവേശിച്ചതായിരുന്നു. പെട്ടെന്ന് ഒരു അമ്പ് എൻ്റെ ശരീരത്തിൽ തുളച്ചു കയറി. ജീവരക്ഷാർത്ഥം ഞാൻ കടൽ തീരത്തേക്ക് ഓടി. അവിടെ മഹിഷാസുരനെയും താരകനെയും കൊല്ലാൻ പദ്ധതിയിടുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടു. അവരുടെ പദ്ധതിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അത്യധികം ഭയവും ആശങ്കയുമുണ്ട്. മഹിഷാസുരനും താരകനും ശക്തരാണെന്നും അവരെ കൊല്ലുന്നത് ആർക്കും എളുപ്പമുള്ള കാര്യമല്ലെന്നും ആശങ്കപ്പെടേണ്ട വിഷയമില്ലെന്നും അന്തകൻ അവർക്ക് ഉറപ്പു നൽകി. ഇതറിഞ്ഞ മഹിഷാസുരനും താരകനും ഉടൻ തന്നെ വലിയൊരു സൈന്യവുമായി കടൽ തീരത്തേക്ക് പുറപ്പെട്ടു. ഇരുപക്ഷത്തിലുമുള്ള യോദ്ധാക്കൾ വീരമൃത്യു വരിച്ച ഒരു തീവ്രമായ യുദ്ധം ആരംഭിച്ചു. ഗണങ്ങളും മാതൃകകളെന്നറിയപ്പെടുന്ന ദേവതകളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളുമായി ശത്രുവിനെ ആക്രമിച്ചു. എന്നാൽ അസുരന്മാർക്ക് യാതൊരു സ്വാധീനവും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവരുടെ ആക്രമണം ഗണങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഗണങ്ങളെ പരാജയപ്പെടുത്തിയ ശേഷം മഹിഷാസുരൻ കാർത്തികേയന്റെ അടുത്തേക്ക് ഭയാനകമായി ഓടി. കാർത്തികേയന്റെ പക്ഷത്തു നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സുജകൻ മഹിഷാസുരനെ തടയാൻ തന്റെ ചക്രായുധം അഴിച്ചുവിട്ടു. തന്റെ ഗദ ഉപയോഗിച്ച് ചക്രത്തെ ആക്രമിച്ചുകൊണ്ട് മഹിഷാസുരൻ തിരിച്ചടിച്ചു. പക്ഷേ ചക്രം അവന്റെ ഗദയെ കഷ്ണങ്ങളാക്കി മാറ്റി. ഗദ നശിച്ച ശേഷം സുജകന്റെ ചക്രം മഹിഷാസുരനെ പിന്തുടർന്നു. മഹിഷാസുരന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടപ്പോൾ ബാണാസുരൻ അവനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. തന്റെ 500 കൈകൾ കൊണ്ട് ചക്രത്തിനെ ആക്രമിച്ച് ബാക്കി 500 കൈകൾ കൊണ്ട് സുജകനെ പിടികൂടി. അപകടത്തിലായ സുജകനെ കണ്ട മകരാക്ഷൻ തന്റെ ഗദ ഉപയോഗിച്ച് ബാണാസുരന്റെ തലയിലടിച്ചു. വേദന കൊണ്ട് വീർപ്പുമുട്ടിയ ബാണാസുരൻ ഉടൻ സുജകനെ പിടിവിട്ടു. തന്റെ സൈന്യം പരാജയപ്പെടുന്നത് കണ്ട് വാളുമായി യുദ്ധം ചെയ്യാൻ താരകൻ മുന്നോട്ട് വന്നു. ധീരമായി പോരാടിക്കൊണ്ട് ഗണങ്ങളെയും മാതൃകകളെയും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരാജയപ്പെടുത്തി. പരാജിതരായ ഗണങ്ങൾ കാർത്തികേയനെ അഭയം പ്രാപിച്ചു. താരകൻ ഗണങ്ങളെ പിന്തുടരുന്നത് കണ്ട കാർത്തികേയൻ തന്റെ ശക്തിയേറിയ ആയുധമുപയോഗിച്ച് അവനെ കൊന്നു. താരകന്റെ മരണം കണ്ട മഹിഷാസുരനും താരകാസുരനും ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. മഹിഷാസുരൻ ഹിമാലയ പർവ്വതത്തിലും ബാണാസുരൻ സമുദ്രത്തിലും ഒളിച്ചു. കാർത്തികേയൻ മഹിഷാസുരനെ പിന്തുടർന്നതിനെ തുടർന്ന് ഹിമാലയം ഉപേക്ഷിക്കാൻ അയാൾ നിർബന്ധിതനായി. മഹിഷാസുരൻ ഇപ്പോൾ ക്രൗഞ്ച പർവ്വതത്തിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. തന്റെ മാതൃ സഹോദരനായ ഗുഹൻ മഹിഷാസുരനെ സംരക്ഷിക്കുന്നത് കണ്ട് കാർത്തികേയൻ പ്രതിസന്ധിയിലാകുന്നു. ഗുഹയ്ക്കുള്ളിൽ മഹിഷാസുരനെ ആക്രമിച്ചാൽ തന്റെ ബന്ധുകൂടിയായ ഗുഹന് പരിക്കേൽക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. മഹിഷാസുരൻ പുറത്തു വരുന്നതുവരെ അദ്ദേഹം കാത്തിരുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർ പ്രത്യക്ഷപ്പെട്ട് കാർത്തികേയനോട് അസുരനെ കൊല്ലാൻ ഉപദേശിച്ചു. ഇന്ദ്രനും അദ്ദേഹത്തോട് അത് തന്നെ ഉപദേശിക്കുന്നു. എന്നാൽ കാർത്തികേയൻ ചെവിക്കൊണ്ടില്ല. ഗുഹയിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം മാത്രമേ മഹിഷാസുരനെ കൊല്ലുകയുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. തൻ്റെ സമുദായത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒരാളെ കൊന്നാൽ അയാൾ പാപിയാകില്ലെന്ന് ഇന്ദ്രൻ കാർത്തികേയനോട് കോപാകുലനായി പറഞ്ഞു. എന്നിട്ട് സ്വന്തം ഉദാഹരണം കാണിച്ചു കൊടുത്തു. സ്വന്തം സഹോദരനായ നമുജിയെ എങ്ങനെ കൊന്നുവെന്ന് അദ്ദേഹം വിവരിച്ചു. താമസിയാതെ ഇന്ദ്രൻ സ്വന്തം ശക്തിയെക്കുറിച്ച് വീമ്പിളക്കിയപ്പോൾ അവരുടെ വാദങ്ങൾ ഒരു വലിയ തർക്കമായി മാറി. കാർത്തികേയൻ ഇന്ദ്രനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. ക്രൗഞ്ച പർവ്വതത്തെ ആദ്യം വലം വയ്ക്കുന്നയാൾ വിജയിയായി കണക്കാക്കപ്പെടുന്ന ഒരു പദ്ധതി ഇന്ദ്രൻ മുന്നോട്ട് വയ്ക്കുന്നു. ക്രൗഞ്ച പർവ്വതത്തെ വലയം ചെയ്ത ശേഷം കാർത്തികേയൻ തിരിച്ചെത്തിയപ്പോൾ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. അതിൽ കുപിതനായി എന്തുകൊണ്ട് അവിടെ തന്നെ തുടരുന്നുവെന്ന് ചോദിച്ചു.
ക്രൗഞ്ച് പർവ്വതത്തെ ചുറ്റിയ ശേഷം വിജയിച്ചത് താനാണെന്ന് ഇന്ദ്രൻ മറുപടി നൽകി. ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെങ്കിലും വിജയിയെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇരുവരും ത്രിമൂർത്തികളെ സന്ദർശിച്ച് പ്രശ്നപരിഹാരത്തിനായി സഹായം തേടി. ക്രൗഞ്ച പർവ്വതത്തിന് മാത്രമേ വിജയിയെ തീരുമാനിക്കാൻ കഴിയൂ. ഭഗവാൻ വിഷ്ണു അവരെ ഉപദേശിച്ചു. ഇരുവരും ക്രൗഞ്ച പർവ്വതത്തിൽ പോയി വിജയി ആരാണെന്ന് അതിനോട് ചോദിച്ചു. ക്രൗഞ്ച പർവ്വതം പറഞ്ഞു, ഇന്ദ്രനാണ് വിജയി. അദ്ദേഹമാണ് ആദ്യം എന്നെ വലയം വെച്ചത്. കോപാകുലനായ കാർത്തികേയൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ക്രൗഞ്ച പർവ്വതത്തെ ആക്രമിച്ചു. അതിൻ്റെ ഫലമായി ആ വലിയ പർവ്വതം കഷ്ണം കഷ്ണങ്ങളായി. ക്രൗഞ്ച പർവ്വതത്തിലെ ഗുഹയിൽ താമസിച്ചിരുന്ന മഹിഷാസുരനും പർവ്വതം തകർന്നു മരിച്ചു. അതിൻ്റെ കൂടെ തൻ്റെ മാതൃ സഹോദരനായ ഗുഹനും കൊല്ലപ്പെട്ടതിനാൽ കാർത്തികേയൻ അത്യധികം ദുഃഖിതനായി. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീർത്ഥത്തിലേക്ക് പോയി. 17-ാം അധ്യായത്തിലെ 8-ാം ഭാഗത്തിൽ ധൃതധ്വജൻ പാതാളകേതുവിനെ പരിക്കേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കഥാസാരമാണ് വിവരിക്കുന്നത്. രഘുവിൻ്റെ പിൻഗാമി രാജാവായ ഋഭുജിത്ത് തൻ്റെ ധീരനും ശക്തിശാലിയുമായ പുത്രനായ ഋതുധ്വജനോടൊപ്പം താമസിക്കുന്നു. സദ്വൃത്തനായ രാജകുമാരൻ എന്ന നിലയിൽ ഋതുധ്വജൻ എല്ലാ ഋഷിമാരെയും സന്യാസിമാരെയും സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് കരുതി. അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ ഋഷിമാർ യാതൊരു പ്രശ്നവുമില്ലാതെ അവരുടെ മതപരമായ കടമകൾ നിർവഹിച്ചു. ഋഭുജിതന്റെ ഭരണകാലത്ത് ഗാലവൻ എന്ന മഹാനായ ഒരു മുനി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ച് താമസിച്ചിരുന്നു. പാതാളകേതു എന്ന അസുരൻ അദ്ദേഹത്തെ സ്ഥിരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു. പാതാളകേതുവിനെ ചുട്ടുകൊല്ലുവാനുള്ള കഴിവ് ഗാലവന് ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ കഴിവ് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ അദ്ദേഹം അതിന് മുതിർന്നില്ല. ഒരു ദിവസം പാതാളകേതുവിന്റെ ഭീകരതന്ത്രങ്ങളിൽ നിന്ന് മുക്തി നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഗാലവമുനി ചിന്തിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ഒരു പരിഹാരവും കണ്ടെത്തുവാനായില്ല. നിരാശയോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ സന്ദർഭത്തിൽ ആകാശത്തു നിന്നും ഒരു കുതിര ഇറങ്ങി വരുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്വർഗീയ ശബ്ദം കേട്ടു. ഈ കുതിരയ്ക്ക് ഒരു ദിവസം 1000കണക്കിന് യോജനകൾ സഞ്ചരിക്കാൻ കഴിയും. ഈ കുതിരയെ ഋതുധ്വജന് നൽകുക, അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ആ സ്വർഗീയ ശബ്ദത്തിന്റെ നിർദ്ദേശപ്രകാരം ഗാലവൻ കുതിരയെ ഋതുധ്വജന് മുന്നിൽ സമർപ്പിച്ച് തപസ്സിൽ ഏർപ്പെട്ടു. വിശ്വവസു എന്ന ഗന്ധർവ രാജാവ് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഈ കുതിരയെ അയച്ചത്. വിശ്വവസുവിന് മദാലസ എന്ന സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ പാതാളകേതു എന്ന അസുരൻ അവളെ പാതാള ലോകത്തേക്ക് കൊണ്ടുപോയി. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും മദാലസ അവൻ്റെ താല്പര്യത്തിന് വഴങ്ങിയില്ല. ഋതുധ്വജന് മാത്രമേ പാതാളകേതുവിനെ നിഗ്രഹിക്കുവാൻ കഴിയൂ എന്ന ധാരണ വിശ്വവസുവിനുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ആ കുതിരയെ ഗാലവ മുനിക്ക് സമ്മാനിച്ചുകൊണ്ട് ഋതുധ്വജന് നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഋതുധ്വജൻ ആ കുതിരപ്പുറത്ത് പാതാള ലോകത്തേക്ക് പോവുകയും ഘോരമായി യുദ്ധം ചെയ്യുകയും അതിൽ പാതാളകേതുവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഋതുധ്വജൻ മദാലസയെ പാതാളകേതുവിൻ്റെ തടവിൽ നിന്ന് മോചിപ്പിച്ച് വിവാഹം കഴിച്ചു. പ്രിയരെ, 17-ാം അധ്യായത്തിൻ്റെ 9-ാം ഭാഗത്തിൽ ശിവന്റെ തപസ്സിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഉമയുമായി ശിവന് അത്രയധികം സ്നേഹമുണ്ടായിരുന്നു. 1000 വർഷക്കാലം അവളുടെ ചിന്തകൾ മാത്രമാണ് അദ്ദേഹത്തെ കീഴടക്കിയത്. അതിനാൽ സ്വന്തം കടമകളെ അദ്ദേഹം തിരസ്കരിച്ചു. അതിൻ്റെ ഫലമായി ലോകമെമ്പാടും അരാജകത്വം നിലനിന്നു. ഉമയോടുള്ള അഭിനിവേശം അദ്ദേഹത്തിൻ്റെ തേജസ്സിന് മങ്ങലേൽപ്പിച്ചു. തൻ്റെ പൂർവ്വ തേജസ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തപസ് ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനമറിഞ്ഞ ഉമ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു. എന്നാൽ ശിവൻ തൻ്റെ തീരുമാനത്തിൻ്റെ യാഥാർത്ഥ്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുന്നു. പോകുന്നതിന് മുൻപ് അവളുടെ സുരക്ഷാ ചുമതല നന്ദിയെ ഏൽപ്പിച്ചു. തപസ് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലം തേടി അദ്ദേഹം അലഞ്ഞു നടക്കാൻ തുടങ്ങി. ചിലപ്പോൾ മരത്തിനടിയിലും ചിലപ്പോൾ പർവ്വത ശിഖരങ്ങളിലും ചിലപ്പോൾ നദിയുടെ തീരത്തും തപസ് ചെയ്തുകൊണ്ടിരുന്നു. തുടക്കത്തിൽ അദ്ദേഹം കാണ്ടുവും മുള്ളങ്കിയും മാത്രം ഭക്ഷിച്ചു. പിന്നീട് അതും കഴിക്കുന്നത് നിർത്തി വായു മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. അങ്ങനെ 900 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം 3 ലോകങ്ങളിലൂടെയും സഞ്ചരിച്ചു. ഒടുവിൽ ശ്വസനം പോലും നിർത്തി. വായു ശരീരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വായിൽ ഒരു മരക്കഷ്ണം വച്ചു. ശിവന്റെ ഈ പ്രവൃത്തിയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ വളരെയധികം ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഫലമായി ആ മരക്കഷ്ണം പൊട്ടിത്തെറിച്ച് ഹിമാലയ പർവ്വതത്തിൽ വീണു. അത്രയും ശക്തിയോടെ പതിച്ച ആ മരക്കഷ്ണം ഹിമാലയ പർവ്വതത്തിലെ നിരവധി കൊടുമുടികളെ നിലം പരിശാക്കി. പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അതിനുശേഷം ശിവൻ പൂർണ്ണമായും ശരീരം വെള്ളത്തിൽ മുക്കി സരസ്വതി നദിയിൽ കഠിനമായ തപസ് ചെയ്തു. 1 വർഷത്തോളം അദ്ദേഹം ആ വെള്ളത്തിനടിയിൽ നിന്നും പുറത്തു വന്നില്ല.
സമുദ്രങ്ങളും പർവ്വതങ്ങളും ഉൾപ്പെടെ എല്ലാ ലോകങ്ങളും ശക്തമായി വിറയ്ക്കുവാൻ തുടങ്ങി. നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും ഭൂമിയിലേക്ക് വീഴാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ എന്നറിയുവാൻ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവിന് പോലും ഉത്തരമില്ലാത്തതിനാൽ അവരുടെ ജിജ്ഞാസയ്ക്ക് ശമനമുണ്ടായില്ല. പിന്നീട് എല്ലാവരും വിഷ്ണുവിൽ അഭയം തേടി. എന്നാൽ അദ്ദേഹവും അജ്ഞത പ്രകടിപ്പിച്ചു. തുടർന്ന് വിഷ്ണു ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും ശിവനെ കാണാൻ മന്ദരാജൽ പർവ്വതത്തിലേക്ക് പോയി. എന്നാൽ ശിവനോ ഉമയോ തൽസ്ഥാനത്ത് ഇല്ലെന്ന തിരിച്ചറിവ് അവരെ അത്ഭുതപരവശരാക്കി. സരസ്വതി നദിയിൽ ശിവൻ തപസ്സു ചെയ്യുന്നതിനെക്കുറിച്ച് വിഷ്ണു തിരിച്ചറിഞ്ഞു. മൃദാനിയുടെ ഗർഭം അലസിപ്പിക്കാൻ കാരണമായ പാപം കാരണം ഈ വിചിത്രമായ സംഭവത്തിന് പിന്നിലെ വസ്തുത ദേവന്മാർക്ക് അറിയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ദേവന്മാർ അവരുടെ പാപപരിഹാരത്തിനായി ഏറ്റവും കഠിനമായ തപ്ത കൃച്ഛവ്രതം അനുഷ്ഠിച്ചു. അതിൻ്റെ തുടർച്ചയായി ഭഗവാൻ വിഷ്ണു അവർക്ക് ശിവലിംഗത്തിൻ്റെ ഒരു ദർശനം നൽകി. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാ ദേവന്മാരും വീണ്ടും ആ ശിവലിംഗത്തെ ആരാധിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു. ഭഗവാൻ അവരെ കുരുക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ശിവൻ സരസ്വതി നദിയിൽ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. ദേവന്മാർ സ്ഥാനവേ നമഃ എന്ന് മൊഴിഞ്ഞ് ശിവനെ സ്തുതിച്ചു. ലോകം മുഴുവൻ പ്രക്ഷുബ്ധമായതിനാൽ തൻ്റെ തപസ് നിർത്താൻ ഇന്ദ്രൻ ശിവനോട് അഭ്യർത്ഥിച്ചു. ഭഗവാൻ ഒരു പുഞ്ചിരിയോടെ അവരുടെ അപേക്ഷ സ്വീകരിച്ച് തപസ് അവസാനിപ്പിക്കുന്നു. ശിവൻ തപസ് നിർത്തിയതിനു ശേഷവും ഭൂമി ശക്തമായി കുലുങ്ങിക്കൊണ്ടിരുന്നു. അതിൽ അത്ഭുതം തോന്നിയ ശിവൻ ഈ പ്രക്ഷുബ്ധതയ്ക്ക് പിന്നിലെ സത്യം അറിയാൻ അവിടെയും ഇവിടെയുമായി അലഞ്ഞു നടക്കാൻ തുടങ്ങി. ഏറ്റവും പരമരഹസ്യമായ മൃതസഞ്ജീവിനി വിദ്യ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ ശുക്രാചാര്യ മുനി ഭോഗവതി നദിയുടെ തീരത്ത് തപസ് ചെയ്യുന്നത് കണ്ടു. ശിവൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. എന്നാൽ ഭൂമി അപ്പോഴും ശക്തമായി കുലുങ്ങിക്കൊണ്ടിരുന്നു. തുടർന്ന് ശിവൻ സപ്തസ്വരപതയിലേക്ക് പോയി. അവിടെ മങ്കണകമുനി സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ചുവടുകൾ ഭൂമിയെ ഇളക്കുന്നതായും അദ്ദേഹം കണ്ടു. മങ്കണകമുനി തൻ്റെ കഠിനമായ തപസ് മൂലം അസാമാന്യമായ പുണ്യങ്ങൾ നേടി. അതിൻ്റെ ഫലമായി രക്തത്തിന് പകരം മുറിവിൽ നിന്ന് സസ്യരസം സ്രവിച്ചു. ഈ അപൂർവത തൻ്റെ തപസ്സിൻ്റെ ശക്തി മൂലമാണെന്ന് ധരിച്ച് അദ്ദേഹം അഹങ്കാരിയായി. എന്നാൽ മങ്കണകന്റെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനായി ശിവൻ സ്വന്തം വിരലിൽ മുറിവുണ്ടാക്കി അതിൽ നിന്നും ഭസ്മമൊഴുക്കി. ആ അസാമാന്യ പ്രവൃത്തി കണ്ട് സ്വയം ലജ്ജിച്ച് നൃത്തം നിർത്തിയതിന് പ്രകാരം ഭൂമി ശാന്തമായി. പ്രിയരെ, 17-ാം അധ്യായത്തിലെ 10-ാം ഭാഗത്തിൽ ഭഗവാൻ വിഷ്ണു മുരനെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ടതാണ്. കശ്യപ മുനിയുടെയും ദാനുവിൻ്റെയും അസുരപുത്രന്മാരിൽ ഒരാളായിരുന്നു മുരൻ. ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവിൽ നിന്നും വരം നേടുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തപസ് ചെയ്യാൻ പോയി. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടു, അല്ലയോ പ്രഭോ, എൻ്റെ കൈ സ്പർശനം കൊണ്ട് ആരെയും കൊല്ലാൻ കഴിയുന്ന ഒരു വരം എനിക്ക് നൽകണമേ. ബ്രഹ്മാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാകട്ടെ. ഈ വരം ലഭിച്ചയുടൻ മുരൻ അഹങ്കാരിയായി മാറി. ദേവന്മാരെയും യക്ഷന്മാരെയും കിന്നരന്മാരെയും തന്നോട് യുദ്ധം ചെയ്യാൻ വെല്ലുവിളിച്ചു. പക്ഷേ അവൻ്റെ ശക്തിയെ ഭയന്ന് ആരും ആ വെല്ലുവിളി സ്വീകരിച്ചില്ല. അദ്ദേഹം ഇന്ദ്രൻ്റെ തലസ്ഥാനമായ അമരാവതിയിൽ പ്രവേശിച്ച് ഇന്ദ്രനെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. ഇന്ദ്രൻ ഭയന്ന് തൻ്റെ വാസസ്ഥലമായ സ്വർഗം ഉപേക്ഷിക്കുന്നു. അതിനാൽ തന്നെ മുരൻ സ്വർഗത്തിൻ്റെ അധിപതിയായി. വളരെ വേഗം മറ്റു അസുരന്മാരെ സ്വർഗത്തിൽ തന്നോടൊപ്പം ചേരാൻ ക്ഷണിക്കുന്നു. ഒരിക്കൽ ആചാരങ്ങളിൽ പ്രാവീണ്യമുള്ള രഘു എന്ന രാജാവിനെ മുരൻ ഒരു ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിച്ചു. ആ സമയത്ത് രഘു തൻ്റെ യാഗം നടത്തുന്ന തിരക്കിലായിരുന്നു. അദ്ദേഹം മുരനോട് പറഞ്ഞു, മനുഷ്യരുമായി യുദ്ധം ചെയ്യുന്നതിൻ്റെ മഹത്വം എന്താണ്? നീ ശരിക്കും അത്ര ധീരനാണെങ്കിൽ യമരാജനെ പരാജയപ്പെടുത്തണം. അഹങ്കാരിയായ മുരൻ യമലോകത്തേക്ക് പോയി യമനെ വെല്ലുവിളിച്ചു. ബ്രഹ്മാവ് മുരന് നൽകിയ വരത്തെക്കുറിച്ച് യമന് അറിയാമായിരുന്നു. അതിനാൽ വിഷ്ണുവിൻ്റെ അടുക്കൽ പോയി സഹായാഭ്യർത്ഥന നടത്തി. ഏത് വിധേനയും മുരനെ വിഷ്ണു ലോകത്തേക്ക് അയക്കാൻ വിഷ്ണു ഭഗവാൻ അദ്ദേഹത്തോട് ഉപദേശിച്ചു. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 5-ാം ഭാഗം ഇവിടെ നിർത്തുന്നു. ബാക്കി വീഡിയോകളുമായി വീണ്ടും കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.